സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കോഴിക്കോട് സ്വദേശി അബ്ദുറഹീമിനെ മോചിപ്പിക്കാൻ ഇനി കുടുംബത്തിന് മുന്നിലുള്ളത് 10 ദിവസം മാത്രമാണ്. ഈ മാസം 16-നകം 34 കോടി രൂപ നൽകിയാൽ മാത്രമാണ് മോചനം സാധ്യമാകുക. സുമനസ്സുകളുടെ സഹായം മാത്രമാണ് ഇനി കുടുംബത്തിന്റെ ഏക പ്രതീക്ഷ. കുടുംബം പോറ്റാൻ സൗദിയിലേക്ക് പോയ കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുറഹീം 18 വർഷം മുമ്പാണ് കേസിലകപ്പെട്ടത്. ഡ്രൈവർ ജോലിക്ക് പുറമെ സ്പോൺസറുടെ കഴുത്തിന് താഴെ ചലനശേഷിയില്ലാത്ത കുട്ടിയെ സംരക്ഷിക്കേണ്ട ചുമതല കൂടി അബ്ദുറഹീമിനുണ്ടായിരുന്നു. കഴുത്തിൽ ഘടിപ്പിച്ച പ്രത്യേക ഉപകരണങ്ങൾ വഴിയായിരുന്നു കുട്ടിക്ക് ഭക്ഷണം നൽകിയിരുന്നത്. യാത്രക്കിടെ അബ്ദുറഹീമിന്റെ കൈ അറിയാതെ ഈ ഉപകരണത്തിൽ തട്ടി കുട്ടി മരിച്ചു. പരിഭ്രാന്തനായ അബ്ദുറഹീം ഇത് മറച്ചുവെക്കാൻ ശ്രമിച്ചെങ്കിലും പിടിക്കപ്പെട്ടു. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു. അപ്പീൽ കോടതിയും ഈ വിധി ശരിവച്ചു. 10 ദിവസം മാത്രമാണ് അബ്ദുറഹീമിന്റെ ജീവൻ രക്ഷിക്കാനുള്ള പണം കണ്ടെത്താൻ ഇനി അവശേഷിക്കുന്നത്. കുടുംബത്തിന് മുന്നിലുള്ളത് 34 കോടി രൂപയെന്ന ഭീമമായ തുക. ഇത്രയും തുക ബ്ലഡ് മണിയായി കെട്ടിവച്ചാൽ മാത്രമേ മോചനം സാധ്യമാകൂ. ഇത് കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് അബ്ദുറഹീമിന്റെ കുടുംബവും നാട്ടുകാരും. മകൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് മാതാവ് ഫാത്തിമ. അവർക്ക് പൈസ ചോദിക്കണ്ട, പൈസ കൊടുക്കാനുണ്ടായി കിട്ടണം. ഓരെത്രയോ കോടിക്കണക്കിന് ഉറുപ്പ്യ ചോദിക്കണ്ടല്ലോ. ആ ഉറുപ്പ്യ നാട്ടുകാർ കൊടുത്താൽ എൻ്റെ കുട്ടീനെ കഴിച്ചിലാക്കുമെന്ന് പറഞ്ഞു. എൻ്റെ കുട്ടീനെ ഒന്ന് കാണാനുള്ള രീതി അള്ളാഹു തന്നിട്ടാൽ മതിക്കരുത്. കഴിഞ്ഞ് എൻ്റെ കുട്ടി നയിക്കുന്നതിന് മുന്നിൽ എൻ്റെ തല വെച്ചോട്ടാരായാലും എന്നിട്ട് എൻ്റെ കുട്ടീനെ കൊന്നാൽ മതി. പറയാനില്ല, വേറൊന്നും പറയാനില്ല. മോചന തുകയിൽ 10% പോലും ഇതുവരെ സ്വരൂപിക്കാൻ സാധിച്ചിട്ടില്ല. നാട്ടുകാർ ഒത്തുചേർന്ന് കൂടുതൽ പണം കണ്ടെത്താൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും അതും മതിയാവില്ല. സുമനസ്സുകളുടെ സഹായം ലഭിച്ചാൽ മാത്രമേ അബ്ദുറഹീമിന് ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവ് സാധ്യമാകൂ. 24 കോഴിക്കോട്.